മോനെ, പരിശുദ്ധാത്മാവിൽ നമ്മൾ അഭിഷേകം പ്രാപിക്കാൻ പറ്റാത്തതിന്റെ ആദ്യ കാരണവും നമ്മൾ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നവരാണ്. ഇത് നമ്മളോട് ഈ നിമിഷം ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്. എങ്കിൽ മക്കളെ, അഭിഷേകം കിട്ടാനുള്ള ഒരു വഴി പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു തരികയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ വഞ്ചിക്കരുത്. അത് തന്നെയാണ് അഭിഷേകം കിട്ടാനുള്ള ഏക വഴി. പരിശുദ്ധാത്മാവിനെ നമ്മൾ വഞ്ചിക്കരുത്. പത്രോസ്ലീഹ അനനിയാസിനോട് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ നീ എന്തിനാ വഞ്ചിക്കുന്നത്? അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചത് എങ്ങനെയാണെന്ന്. ഈ ബിറ്റ് കിട്ടിയതിന്റെ ഒരു ഭാഗം മാറ്റിവെക്കാൻ സാത്താൻ, ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് എന്നാ പത്രോസ് ചോദിക്കുക. നീ ചെയ്ത പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ്. എല്ലാം എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ നീ നിനക്ക് വേണ്ടി മാത്രം എന്തൊക്കെയോ മാറ്റി വെച്ചിരിക്കുക. മോനെ, ഈ അഭിഷേകം കിട്ടാത്തതിന്റെ ആദ്യ കാരണവും ഇത് തന്നെയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നവരാണ്. നമ്മുടെ തന്നെ സന്തോഷത്തിനായി പരിശുദ്ധാത്മാവിൽ സമർപ്പിക്കാതെ ചിലതൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ ഒരാൾക്കും അധികാരമില്ല, ആർക്കും അധികാരം കൊടുക്കുകയില്ല. പരിശുദ്ധാത്മാവിനും കൊടുക്കില്ല, ഈശോയ്ക്കും കൊടുക്കില്ല, കർത്താവിനും കൊടുക്കില്ല, ഒന്നിനും അവിടെ ഇടം കൊടുക്കില്ല. അത് എന്റെ സ്വകാര്യ സന്തോഷത്തിന്റെ മേഖലയാണ്. ആ മേഖലകളിലും പൂർണ്ണമായ അധികാരം നീ ദൈവത്തിന് കൊടുക്കുമ്പോ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്ന് അനേകരിൽ ആത്മാവിന്റെ ഒരു പ്രവർത്തനം വെളിപ്പെടാത്തതിന് കാരണം എന്താണ്? അവർക്ക് അവരുടേതായ വിഷയങ്ങളുണ്ടെന്നേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവേഷ്ടമാണോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു വിളി നമുക്കുണ്ട്. ഒന്ന്. രണ്ട്, യേശുവിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ എല്ലാം സമർപ്പിക്കുന്നതാണ് അഭിഷേകത്തിന്റെ അളവെന്ന് പറയുന്നത്. ഒറ്റ വാക്യം പറഞ്ഞ സമർപ്പണത്തിന്റെ ആഴമാണ് അഭിഷേകത്തിന്റെ അളവ്. നിനക്ക് എത്രമാത്രം അഭിഷേകം വേണോ അത്രമാത്രം അനുസരണവും സമർപ്പണവും നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോട് എടുക്കണം. അതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് നിന്നെ ഇങ്ങനെ നിറയ്ക്കാൻ തുടങ്ങും. അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങും, കൃപ കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങും, വരദാനങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കാൻ തുടങ്ങും, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങും. ഇങ്ങനെ എന്തെന്നില്ലാത്ത ദൈവത്തിന്റെ ആനന്ദവും സമാധാനവും കൃപകളും സ്വാതന്ത്ര്യം കൊണ്ടൊക്കെ ആത്മാവ് നിന്നെ നിറയ്ക്കാൻ തുടങ്ങും. എപ്പോഴാണെന്നറിയാവോ? നീ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ഒന്നും നിന്റെ സന്തോഷത്തിനോ സുഖത്തിനോ വേണ്ടി ജീവിതത്തിന്റെ ഒരു ഭാഗവും മാറ്റിവെക്കാതെ എല്ലാം കർത്താവിന്റെ കാൽപാദത്തെങ്കിൽ സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിന്റെ കരുത്തെടുക്കുമ്പോ അവിടെ ആത്മാവിൽ ഒരു അഭിഷേകം ജ്വലിക്കാൻ തുടങ്ങും, ജനിക്കാൻ തുടങ്ങും. മക്കളുടെ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ അമിത ടെൻഷനാണേ. സ്വന്തം കാര്യത്തെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. സ്വന്തം ആത്മീയ ജീവിതത്തെ കുറിച്ചോ ഭൗതിക ജീവിതത്തെ കുറിച്ചോ ഒന്നും ഒരു ടെൻഷൻ ഇല്ല. മകന് ജോലി കിട്ടാത്തതിനെ കുറിച്ച്, മകളുടെ വിവാഹം നടക്കാത്തതിനെ കുറിച്ചൊക്കെ ഭയങ്കര ടെൻഷനാണ്. നീ എന്താ സമർപ്പിച്ചെന്ന് പറയുന്നേ? മകളെയും മകനെയും അവരുടെ ജോലി കാര്യങ്ങളെയും വിവാഹത്തിന്റെ കാര്യങ്ങളെ കൂടി ദൈവത്തിന് സമർപ്പിക്കാത്തത് കൊണ്ടല്ലേ നിനക്ക് ഇന്നും അഭിഷേകമില്ലാത്ത. നിന്റെ നാളെയെയും നിന്റെ ഇന്നലകളെയും നിന്റെ ഇന്നിനെയും നീ കർത്താവിന് കൊടുക്കുമ്പോ, നീ ഇന്നിലും നാളെയിലും ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് വ്യാപരിക്കാൻ തീരുമാനമെടുക്കുമ്പോ നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ പ്രവർത്തിക്കുന്നവളായിട്ട് മാറാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്നേഹം നിന്നിലൂടെ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നു. അച്ഛൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അതായത് ദൈവത്തിന് സമർപ്പിക്കാത്ത ഏത് വിഷയമാണോ നിന്റെ ജീവിതത്തിലുള്ളത്, ആ വിഷയം, ആ മേഖല, ആ ചിന്ത, ആ മനോഭാവം, ആ വൈകാരികത, ആ ഇഷ്ടം, ആ വ്യക്തികള്, ആ സാഹചര്യം, എല്ലാറ്റിന്റെ മേലും സൈറ്റന് ഹോൾഡ് ഉണ്ട്. അതുകൊണ്ടാണ് പിശാചാണ് ആരെ പ്രേരിപ്പിച്ചത്? അനനിയാസിനെയും സഫീറയും പ്രേരിപ്പിച്ചത്. കുറച്ച് പിടിച്ചു വെക്കുന്ന പ്രേരണ നൽകിയത് പിശാചാണ്. പിശാചിന്റെ പ്രേരണയാണ് പരിപൂർണ സമർപ്പണത്തിന് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നവരുടെ ഗണത്തിൽ നമ്മൾ പെടരുത്. നമ്മുടെ ജീവിതത്തിന്റെ സർവ്വതും കർത്താവിനായി സമർപ്പിക്കുന്ന ഒരു അഭിഷേകം വേണം. നിന്റെ കഴിവ്, നിന്റെ സമയം, നിന്റെ സമ്പത്ത്, നിന്റെ നേട്ടങ്ങള്, നിനക്ക് തന്ന ദൈവം ദാനമായി തന്നതൊക്കെ കർത്താവിൽ സമർപ്പിച്ചിട്ട് നിന്റെ ആഗ്രഹങ്ങള്, നിന്റെ ഇഷ്ടങ്ങള്, നിന്റെ പ്രതീക്ഷകള്, നിന്റെ എല്ലാം കൊടുക്കുക.